സ്വകാര്യ ബസ് ഉടമകൾക്ക് താക്കീതുമായ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ കെ.എസ്.ആർ.ടി.സിയെ വെച്ച് നേരിടും. തൃശൂരിൽ ബസ് ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. വേണ്ടി വന്നാൽ ഓണക്കാലത്ത് പണിമുടക്കുമെന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട്. സമരം ചെയ്യട്ടോന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയുന്നത്? എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്യട്ടോന്ന്. ഞാൻ നിങ്ങൾ ചെയ്തു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? സമരത്തിലേക്ക് പോകുന്നതാണ്. ഓണക്കാലത്ത് ഓടിച്ചില്ലേ നമ്മൾ കെ.എസ്.ആർ.ടി.സിക്ക് 500 ബസ് കിടപ്പുണ്ട് കേട്ടോ. കെ.എസ്.ആർ.ടി.സിയിൽ 500 ബസ്, 500 മുതൽ 600 ബസ് കെ.എസ്.ആർ.ടി.സിയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. 500-600 വണ്ടി സ്പെയർ ഉണ്ട്. അവർ സമരം ചെയ്യാമെങ്കിൽ അതിങ്ങിറക്കും. ജനങ്ങൾ അത് പറയുന്നതിനൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായി ഒരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ച് എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, സമ്മർദ്ദത്തിന് നിന്നു കൊടുക്കാനില്ല എന്ന് ഗതാഗത മന്ത്രി. രാവിലെ തൃശൂർ രാമനിലയത്തിൽ വെച്ച് ബസ് ഉടമകളുടെ സംഘം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ നേരിട്ടെത്തി കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബസ് ഉടമകൾ പറഞ്ഞത് തങ്ങൾ ഈ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കാൻ പോവുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികളുടെ കൺസെഷൻ ഉയർത്താനായുള്ള ഒരു നിലപാട് സർക്കാർ എടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ പണിമുടക്കിലേക്ക്, ഓണക്കാലത്തേക്ക് ഉൾപ്പെടെ പണിമുടക്കിലേക്ക്, സർവീസുകൾ നിർത്തിവെച്ചുള്ള പണിമുടക്കിലേക്ക് നീങ്ങുമെന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. എന്നാൽ ഗതാഗതം കൃത്യമായ മറുപടിയാണ് നൽകിയത്. അതായത് ഭീഷണിയൊന്നും തന്നെ ഇവിടെ വില പോകില്ല. മാത്രമല്ല, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഓണക്കാലത്ത് ഉൾപ്പെടെ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചാൽ അതിനെ നേരിടാൻ കെ.എസ്.ആർ.ടി.സി ഇറക്കി തന്നെ അതിനെ നേരിടും. 500ഓളം ബസ്സുകളാണ് നിലവിൽ കെ.എസ്.ആർ.ടി.സിക്ക് വിവിധ യാർഡുകളിലുള്ളത്. അവയെല്ലാം തന്നെ നിരത്തിലിറക്കി ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള ശക്തമായ ഒരു മറുപടിയാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.